ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ലുലു മോളിലാണ്. ഇവിടെ ഫ്ലാറ്റ് സെയിൽ ഓഫേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. ലുലു ഹൈപ്പർ മാർക്കറ്റിലും ലുലു ഫാഷൻ സ്റ്റോറിലും കണക്റ്റിലും ഒക്കെയാണ് ഈ ഒരു സെയിൽസ് ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയില്ല, നേരെ സെക്കൻഡ് ഫ്ലോറിൽ കയറി. ആദ്യം കയറിയത് ലുലു ഫാഷൻ സ്റ്റോറിലാണ്. അവിടെ കയറുമ്പോൾ തന്നെ 50% ഓഫ്, 30% ഓഫ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ കയറി ഒരു റൗണ്ട് ഒന്ന് നടന്നതിന് ശേഷം അവിടെ എല്ലാ ഡ്രസ്സും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരികയാണ് ചെയ്തത്. ഒന്നും എടുക്കാനൊന്നും പോയില്ല. പിന്നെ ഇവിടെ കുറേ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസും പൗച്ചസും ബാൻഡ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഈ മൾട്ടി കളർ ഷൂസ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ ക്രോക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ലേഡീസിൻ്റെ ഷൂസ്, ഡിസൈനിൽ വരുന്ന കുറേ ഷൂസും സാൻഡൽസും ചപ്പൽസും ഒക്കെ കണ്ടു. അങ്ങനെ അതെല്ലാം കണ്ട് നടക്കുകയായിരുന്നു എൻ്റെ പണി. പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല. അങ്ങനെ ഓരോന്നൊക്കെ കണ്ട് നടന്ന് കിഡ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് നോക്കടാ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ, കുഞ്ഞുടുപ്പുകളൊക്കെ തൂക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. നല്ല ഫങ്ഷൻസിനും പാർട്ടീസിനും ഒക്കെ ഇടാൻ പറ്റിയ ചെറിയ പിള്ളേർക്കുള്ള ഉടുപ്പായിരുന്നു. അതെന്തായാലും നല്ല ഭംഗിയായിരുന്നു. പിന്നെ അതെല്ലാം കണ്ട് വീണ്ടും നടന്നു. ലുലു കണക്റ്റിൽ നോക്കുമ്പോഴും ഇവിടെയും കുറേ സാധനങ്ങളെല്ലാം ഓഫേഴ്സിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലുലു കണക്റ്റിലും ഫാഷൻ സ്റ്റോറിലും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇനി നേരെ വീണ്ടും താഴോട്ടേക്ക് പോവാണ്. ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ ഒന്ന് നോക്കണമല്ലോ, ഇവിടെയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ആദ്യം തന്നെ അച്ചാറുകളുടെ സെക്ഷനിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചോക്ലേറ്റ്സ് ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ എന്തായാലും പോകുമെന്ന് എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ കാണുന്നതെല്ലാം മുളക് പൊടിയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നത്. കാരണം വേറൊന്നുമല്ല, വയസ്സായി. ഇനി മുട്ടായൊക്കെ കഴിച്ച് പല്ലൊക്കെ കേടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പിള്ളേരിനെ പോലെ പുതിയ പല്ലൊന്നും മുളച്ച് വരില്ലല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ചോക്ലേറ്റേ കഴിക്കാറില്ലെന്ന്. അങ്ങനെയൊന്നുമല്ല, മുട്ടായി കഴിക്കാൻ തോന്നുമ്പോഴേക്ക് ഞാൻ കഴിക്കാറില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തൂല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ ഫ്രൂട്ട് സെക്ഷനിൽ എത്തിയപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് അവോക്കാഡോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നൊരു ഫ്രൂട്ട്, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടുമില്ല, കാണുന്നതും ഫസ്റ്റ് ടൈം. ഇതിൻ്റെ പേര് മാംഗോസ്റ്റീൻ എന്നാണ്. പിന്നെ ഇതാ ഇവിടെ കുറേ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ കേക്കിൻ്റെ സെക്ഷനിൽ എത്തിയപ്പോഴാണ് ഈ കാണുന്നതൊന്നും സ്മൈലി ബോൾ അല്ലാട്ടോ. ഈ യെല്ലോ കളറിലുള്ളതാണെങ്കിലും ആ റെഡ് കളറിലുള്ളതാണെങ്കിലും കപ്പ് കേക്ക്സ് ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടെ നിന്ന് നടന്നു കഴിഞ്ഞ് കുറച്ച് ബദാംസോ കാഷ്യൂസോ ഒക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബില്ലിംഗ് കൗണ്ടറിലെ ക്യൂ കണ്ടപ്പോൾ മേടിക്കാനുള്ള ആ മൂടങ്ങ് പോയി. പിന്നെ നേരെ ഫുഡ് കൗണ്ടറിലോട്ട് പോയി. ആദ്യം തന്നെ ചിക്കനിൽ നിന്ന് വിങ്സ് മേടിച്ച് കഴിച്ചു. അതിനുശേഷം ഡ്രംസ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം കൂടെ മേടിച്ച് കഴിച്ചു. പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയും മാംഗോ ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എത്തി, അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ബാഗ് ഷോപ്പിലും കൂടെ കയറി കുറച്ച് ബാഗ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് 7,899 രൂപ. അങ്ങനെ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു ബാഗിന് എന്താണ് അത്ര സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഇപ്പോൾ ഉള്ള വള്ളി പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എടുത്തിടാൻ ഒരു എക്സ്ട്രാ വള്ളിയും ഉണ്ട്, ഒരു സിപ്പും ഉണ്ട്, ഒരു അറയും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ തിരിച്ച് വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒന്നും മേടിച്ചൊന്നുമില്ലല്ലോ, വെറും ഫുഡടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാത്തത് നന്നായി. അല്ലെങ്കിൽ മഴ പെയ്ത് നനഞ്ഞ് കൊടയും വടിയൊക്കെയായി ആകെ ഒരു ചടപ്പായേനെ, ഫുള്ളൊരു റഷ് മോഡായിട്ടുണ്ടാവും. പിന്നെ പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടെ ഫുൾ ട്രാഫിക് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.